ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. എന്താടാ മിണ്ടാതിരിക്കുന്നത്? അല്ലെങ്കിൽ വായ അടങ്ങിയിരിക്കുന്നതല്ലല്ലോ. സുഭാഷേട്ടൻ ഞങ്ങളെല്ലാം ഇട്ടിട്ട് പോയെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് വിട്ടേക്കട, ഇനി അങ്ങനെ ഉണ്ടാകാൻ പോകുന്നില്ല. പോരെയോ? ഇനി അങ്ങനെ ഉണ്ടായ സുഭാഷേട്ടൻ തിരിച്ചു വരുമ്പോൾ ഞങ്ങളാരും വീട്ടിൽ കാണത്തില്ല. എടാ അങ്ങനെയൊന്നും പറയല്ലേ, കേൾക്കുമ്പോൾ വേദനിക്കുന്നുണ്ടല്ലേ. അപ്പം കാണാതിരുന്നപ്പോൾ ഞങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ആ ശരി, അത് വിട്. നമുക്ക് ഒരു ചായ കുടിക്കാവേ. ചേട്ടാ ഒരു ചായ. ഇത് ആരടാപ്പ? നിന്നെ കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അനിയന്മാര് തേരാപ്പാര നടക്കുമായിരുന്നല്ലോ. അനിയന്മാരെ അറിയിക്കാതെ എന്തേലും പണിയൊപ്പിക്കാൻ പോയതായിരിക്കും അല്ലേടാ സുഭാഷേ? ചേട്ടനെ ഒരു ജോലിക്കാര്യത്തിന് പുറത്തു വരെ പോയതാ. എന്തൊക്കെ അറിയണം? ചായ എടുക്ക്. ചായ വേണ്ട. എന്നാ ചായ എടുത്തോ, ഈ ചേട്ടന് കൊടുത്തേരെ. എടാ അവരറിഞ്ഞ കാര്യം നമ്മളോട് ചോദിച്ചെന്നല്ലേ ഉള്ളൂ, നീ അത് വിട്. എടാ ഇന്നലെ മുതൽ നിന്നെ കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നല്ലോ നിന്റെ അനിയന്മാര്. ഞാനൊരു സ്ഥലം വരെ പോയതായിരുന്നു. അതൊന്നുമല്ല, കത്തെഴുതി വെച്ച കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ആന്നോ? ചേട്ടൻ ഒന്ന് പോയേ പോയേ പോയേ. ചെല്ല്. ഇതൊക്കെ എങ്ങനെ എല്ലാവരും അറിയുന്നെന്നാ? നീ അതൊന്നും കാര്യമാക്കണ്ട. സുഭാഷേട്ടൻ അതാ വെല്ലിച്ചൻ വരുന്നു. വെല്ലിച്ചനും അമ്മായി അന്വേഷിച്ച് വരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സുഭാഷേട്ടൻ ആയതുകൊണ്ട് അവർ അന്വേഷിച്ച് വന്നത് പ്രത്യേകം പറഞ്ഞു. എന്തായാലും ഒരു താങ്ക്സ് പറയാം. വെല്ലിച്ച, ഇത് എന്തു പറ്റി? വീട്ടിൽ വന്ന ആള് അന്വേഷിച്ചു പോയിട്ട് ആള് പിന്നെ കണ്ടപ്പോൾ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. വെല്ലിച്ചനും അമ്മായിയും കാര്യം പറഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് അന്വേഷിച്ചു വന്നതെന്ന് അറിഞ്ഞു. വലിയ സന്തോഷം. വെല്ലിച്ച, ഞാൻ പോയതിൻ്റെ കാരണം കത്ത് വായിച്ചിരുന്നു. എല്ലാവരും അന്വേഷിക്കുമെന്ന് അറിയാമായിരുന്നു. ഇത്ര ടെൻഷനാകുമെന്ന് ഞാൻ കരുതിയില്ല. പോയതിൽ എനിക്കിപ്പോൾ വിഷമമുണ്ട്. അതിനിടയിൽ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് അന്വേഷിച്ചു വന്നത് ഏറ്റവും ഹാപ്പിയാക്കിയത്. ഒരു പ്രശ്നം വന്നപ്പോഴേ എൻ്റെ അനിയന്മാരോടൊപ്പം നിൽക്കാൻ തോന്നിയല്ലോ. താങ്ക്സ് വെല്ലിച്ച, ഒരു കാര്യം ചോദിക്കട്ടെ? ജാതകപ്രകാരം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോന്നറിയാൻ സുധീഷ് 5-6 ജ്യോത്സ്യന്മാരെ കൊണ്ടുവന്നിരുന്നു. 4 ജ്യോത്സ്യന്മാർ ആദ്യം പറഞ്ഞ ദോഷങ്ങളില്ലെന്ന് പറഞ്ഞു. 4 ജ്യോത്സ്യന്മാർ ഒരേ കാര്യം പറയുകയും ചെയ്തു. എല്ലാവരും കൂടെ തറവാട്ടമ്പലത്തിൽ പോയി വഴിപാട് നടത്തണം. അത് ഞങ്ങൾക്ക് എവിടെയാന്ന് പോലും അറിയത്തില്ല. ഞങ്ങൾ ഇതുവരെ പോയിട്ടുമില്ല. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനും കൈമലത്തുക. അച്ഛൻ ഇതിനകത്ത് വലിയ താല്പര്യമില്ലെന്ന് അറിയാമല്ലോ. വെല്ലിച്ചൻ എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ? നീ പോയെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് വന്നത് ശരി തന്നെയാണ്. അതിനർത്ഥം നിന്നോടുള്ള സ്നേഹം കവിഞ്ഞൊഴുകുമല്ല. കുറച്ച് സ്പേസ് എന്നത് വന്നു കയറി ഒട്ടാന്നുള്ളത് മനസ്സിൽ നിന്ന് അങ്ങ് മാറ്റിക്കോ. തറവാട്ടമ്പലത്തിൽ വന്ന് തറവാട്ടിലമ്പലത്തിലെ പൂജയും വഴിപാട് നടത്തി തറവാട്ടിലെ ഒരു ഭാഗമാവാന്ന് നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കേണ്ട. അകറ്റി നിർത്തിയതൊക്കെ അകന്നു തന്നെ നിന്നാ മതി, കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വെല്ലിച്ചൻ പോകുന്നു. എന്താടാ ഇങ്ങനെ പറയുന്നത്? വീട്ടിലേക്ക് വന്ന ആളിനെ പോലെ തോന്നുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നേ സുഭാഷേട്ടൻ പോയതിൻ്റെ സന്തോഷം കൊണ്ട് വന്നേ. പുറമെ സങ്കടം അഭിനയിച്ചാൽ മതിയല്ലോ. സുഭാഷേട്ടൻ പോയാൽ ഞങ്ങളെ ഇറക്കി ഇവിടെ എളുപ്പമായിരിക്കുമല്ലോ. മനസ്സിലെ സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. സങ്കടമൊക്കെ കാണും. കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ ആ വീടും പറമ്പും നമുക്ക് വിട്ടുതരണമെന്നുള്ള പേടി കൊണ്ടായിരിക്കും. കാശിൻ്റെ കാര്യം വരുമ്പോഴേ ചില മനുഷ്യർക്ക് സ്നേഹവും ബന്ധമൊക്കെ ബാധ്യതയായിട്ട് തോന്നും. അമ്പലത്തിൽ നമ്മൾ പോകണമെന്ന് ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈശ്വരൻ കാണിച്ചു തരും വഴി. നീ വാ. പിന്നെ കാണിക്കുന്ന അഭിനാഷിനെയും പെങ്ങളെയാണ്. അവർ ഹിന്ദി കാര്യം പറയുന്നു. സുഭാഷേട്ടൻ വരുന്നു. എന്തു പറ്റി അഭിനാഷെ? എന്തിനാ ചാന്ദിനി കരയുന്നേ? ഭയ്യ, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ, ഇവക്ക് അവിടെ ഒരു കല്യാണം ആലോചിച്ചു. അങ്കിളിൻ്റെ ഫ്രണ്ടിൻ്റെ മകൻ. അവൾക്ക് ആ കല്യാണത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് പോകുന്നത്. അവൾ ഇവിടെ ഉണ്ടെന്ന് അവരറിഞ്ഞു. ഇവളെ അവർ കൊണ്ടുപോകാൻ വരുവാണ്. ചാന്ദിനി ഹിന്ദി പറയുന്നു എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നു. സുഭാഷേട്ടൻ പറയുന്നു, എന്നാൽ ചാന്ദിനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പോരെയോ? അതുകൊണ്ട് കാര്യമില്ല ഭയ്യ, തീരുമാനിക്കുന്നത് നമ്മളല്ല, അവരാ. അങ്കിളാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് ഇച്ചിരി കാശ് വാങ്ങിയിട്ടുണ്ട്. അവൻ ഇത്തിരി കുഴപ്പമാണ്. രാഷ്ട്രീയവും ഗുണ്ടായുസവും ഒക്കെ ഉണ്ട് അവന്. അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ഇങ്ങോട്ട് വന്നത്. അതറിഞ്ഞവർ കൊണ്ടുപോകാനിരിക്കുക. ചാന്ദിനി ഹിന്ദി കരഞ്ഞു പറയുന്നു ഞാൻ പോകില്ലെന്ന്. ഇങ്ങനെ കരയാതിരിക്കെ എന്തേലും ഒരു വഴി ഉണ്ടാക്കാം. അവരോട് സംസാരിച്ചു നോക്കിയോ? അതുകൊണ്ട് കാര്യമില്ല ഭയ്യ, അച്ഛനും അമ്മയ്ക്കും ആ ബന്ധം മതിയെന്നാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ കയ്യിൽ നല്ല കാശുണ്ട്. അത് പോരെയെന്ന് അവർ ചോദിക്കുന്നേ. അവർക്ക് നീ എവിടെയാണെന്നറിയാമോ? ഞാൻ എവിടെയാ താമസിക്കുന്നതെന്ന് അറിയത്തില്ല. നാട്ടിൽ നിന്ന് ചിലർ ഇവിടെ ജോലി ചെയ്യുന്നില്ലേ, അവരാരെങ്കിലും പറഞ്ഞു കൊടുക്കും. അവരിവളെ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. ചാന്ദിനി ഹിന്ദി പറയുന്നു. ആ ഗുണ്ടയെ കെട്ടേണ്ടി വന്നാൽ ഞാൻ ചത്തുകളയും. അഭിനാഷി, അച്ഛനോടും അമ്മയോടും ഒന്നുകൂടെ സംസാരിച്ചൂടെ? ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. കല്യാണം കഴിക്കേണ്ട ചാന്ദിനി അല്ലയോ? അവിടെ ഇഷ്ടമല്ലേ നോക്കണ്ടേ? അതൊക്കെ ഈ നാട്ടിൽ പറയാം. അവിടെ പറ്റില്ല ഭയ്യ. അല്ല അഭിനാഷ്, നിന്റെ വീട്ടിൽ താമസിച്ചാലല്ലേ അവർ നിന്നെ കണ്ടുപിടിക്കത്തുള്ളൂ. നീ ഏതെങ്കിലും സൈറ്റിൽ പോയി താമസിച്ചിട്ട് ഇവളെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്ക്. അവിടുന്ന് ആരും ഇവളെ കൊണ്ടുപോകാൻ പോകുന്നില്ല. അവിടെ എങ്ങനെയാ താമസിപ്പിക്കുന്നത്? അതിനെന്താ അഭിനാഷേ, വീട്ടിൽ നിധി ഉണ്ടല്ലോ. എന്താ ചാന്ദിനിക്ക് ഒന്നും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. ചാന്ദിനി പിന്നെയും കരയുന്നു. എൻ്റെ പൊന്നു ചാന്ദിനി, ഒന്ന് സമാധാനപ്പെട്. അഭിനാഷേ, ഞാൻ പറഞ്ഞതാ ശരി. 2 ദിവസം നിങ്ങളെ അന്വേഷിക്കുക. അത് കഴിഞ്ഞ് അവരുടെ പാട്ടിന് തിരിച്ചു പോകും. എന്നാ അങ്ങനെ ചെയ്യാം അല്ലേ? എൻ്റെ പൊന്ന് അഭിനാഷി, ആലോചിക്കാൻ നിൽക്കാതെ ഇവളെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് ഞാൻ വിളിച്ചു പറയാം. പിന്നെ കാണിക്കുന്നത് വീടാണ്. ഹരീഷ് പറയുന്നു ഞാൻ പോവാണ് ഏട്ടത്തി. ഏട്ടത്തിക്ക് ഇന്ന് ജോലിയില്ലേ? ഓ സാറ്റർഡേ ആണല്ലേ. ഹരീഷൻ, നീ കഴിക്കുന്നില്ലേ? ഇല്ല വേണ്ട എനിക്ക്. സുധീഷേട്ടൻ വരുന്നുണ്ടോ? ഇല്ല സാറ്റർഡേ ആണ്. ഓ ആരായിരിക്കും ഇപ്പോൾ ഓട്ടേ വരുന്നത്? ഓ വല്ല വള്ളിയായിരിക്കും. ഓ ഭയ്യയാണോ? സുഭാഷേട്ടൻ വിളിച്ചായിരുന്നോ? ഇല്ല. ചാന്ദിനി, നിധി, സുഭാഷേട്ടൻ വിളിക്കാന്നാണല്ലോ പറഞ്ഞേ. 3-4 ദിവസം ചാന്ദിനിക്ക് ഈ വീട്ടിൽ നിൽക്കാനാ. ഇവിടെയോ? അതിനെന്താ ചാന്ദിനി, വന്നോളൂ. നിധി പറയുന്നു വീട്ടിൽ ഇത്തിരി പ്രശ്നം.
ഈ വീട്ടിലോ? അല്ല, നാട്ടില്. എല്ലാം സുഭാഷ് ഏട്ടൻ പറയും. സുധീഷിന്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ, ഞാൻ നിന്നെ കുറേ നേരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയെ നമ്മുടെ വീട്ടിൽ 3-4 ദിവസം നിൽക്കും. നിധി ഇല്ലേ അവിടെ? ഒന്ന് കൊടുത്തേ. നിധി സുഭാഷ് ഏട്ടനാ? ആ, 3-4 ദിവസം ഇവിടെ കാണുമെന്ന്. അല്ല, വീട്ടിലെ പ്രശ്നമെന്ന് പറയുമ്പോൾ വീട്ടിലെ ഒരു പയ്യനുമായിട്ട് ഇവിടെ കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കുക. അത് അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വന്നത്. അതറിഞ്ഞ് അവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന വാശിയിലാണ് അവർ വരുമ്പോഴേ ഇവളെ അവിടെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. അതാണ്. അവൻ ഇച്ചിരി പ്രശ്നക്കാരനാ. എന്ത് പ്രശ്നക്കാരനായാലും അവൻ്റെ കളിയൊന്നും ഇവിടെ നടക്കത്തില്ല. ഞങ്ങൾ നോക്കിക്കോളാം. ചാന്ദിനി, മേരാ ടേക്ക് കെയർ, ഹം ടേക്ക് കെയർ. സുഭാഷ് ഏട്ടൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. 2-3 ദിവസത്തോളം ചാന്ദിനി ഇവിടെ നിന്നോട്ടെ. ലീവ് എടുത്ത് ഞാൻ കൂടെ നിന്നോളാം. വലിയ ഉപകാരം. എന്നാൽ ഞാൻ വരട്ടെ. ബയ്യ പൊക്കോളാം. ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ ഒരുപാട് കാര്യമായിട്ട് ബുദ്ധിമുട്ടാൻ നിൽക്കണ്ട കേട്ടോ. ബാ ചാന്ദിനി, ബാ. ആവോ ഓവറാക്കി ചളമാക്കാൻ നിൽക്കല്ലോ കേട്ടോ. ഓവറായോ? എന്നാൽ ഞാൻ പോട്ടെ. ആ, പിന്നെ കാണിക്കുന്ന നികേഷിനെയാണ്. നികേഷ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. ആ കുട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. നികേഷ് അടുത്തേക്ക് നടന്നു ചെല്ലുന്നു. ഹലോ, ഹായ്. പേര് ഗായത്രി. ഞാൻ നികേഷ്. ആ, ഏത് കോളേജിലാ? ഗവൺമെൻറ് ആർട്സ് കോളേജ്, BCom സെക്കൻഡ് ഇയർ. ഞാനും BCom ലാസ്റ്റ് ഇയർ. എവിടെയാ താമസം? ശാന്തി നഗർ. പുതിയ താമസക്കാരാ? എനിക്ക് അപ്പോഴേ തോന്നി. ഇവിടെയൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ വന്നിട്ട് 1 മാസം ആവാൻ പോകുന്നേ ഉള്ളൂ. ഓ, ഞാനൊരു കാര്യം ചോദിച്ചാൽ തെറ്റായിട്ട് എടുക്കുമോ? ആദ്യം കണ്ടപ്പോഴേ തോന്നി ഇയാൾ എന്നെ നോക്കി ചിരിക്കുന്നത് പോലെ തോന്നി. ഇയാൾ എന്നെ നോക്കിയാണോ ചിരിക്കുന്നത്? അതോ എനിക്ക് തെറ്റായിട്ട് തോന്നിയതാണോ? അല്ല, ഇയാളെ തന്നെയാ. കണ്ടപ്പോൾ ഇയാൾ നല്ല സ്മാർട്ടായിട്ട് തോന്നി. നികേഷ് അത് സ്വപ്നം കണ്ടതായിരുന്നു. ചിരിച്ചുകൊണ്ട് മേപ്പോട്ട് നോക്കി നിൽക്കുന്നു. അത് ആ കുട്ടി കാണുകയും ചെയ്യുന്നുണ്ട്. നികേഷ് പറയുന്നു, ഇതാരും കണ്ടു കാണത്തില്ലല്ലോ. ആ കുട്ടിയുടെ അടുത്തേക്ക് നികേഷ് നടക്കുന്നു. ആ കുട്ടി നടന്നു വരുന്നു. രണ്ടുപേരും അടുത്തെത്തിയപ്പോഴത്തേന് ഹായ് പറയുന്നു നികേഷ്. ആ കുട്ടി പറയാൻ തുടങ്ങുമ്പോഴത്തേന് ബൈക്കിൽ ഒരാൾ വരുന്നു. എന്താ മോളെ, ബസ് വന്നില്ലയോ? ഇല്ല ചിറ്റപ്പ. എന്നാ കയറ്. വേണ്ട, ഞാൻ ബസ്സിൽ പൊക്കോളാം. ഞാൻ അതുവഴിയാണ്, കയറ്. ചിറ്റപ്പനെ അയാളുടെ ഒരു വൃത്തിയുടെ ബൈക്ക്. പിന്നെ കാണിക്കുന്ന സുഭാഷ് ഏട്ടനും സുധീഷും കൂടെ വരുന്നു. അല്ല സുഭാഷ് ഏട്ടാ, ആ കുട്ടി നമ്മുടെ വീട്ടിൽ എത്ര ദിവസം കാണുമായിരിക്കും? ആര്? ആ അഭിനാഷിന്റെ പെങ്ങള് ചാന്ദിനിയോ? അവളല്ലേ ഇന്ന് വന്നത്. ആ കുട്ടി 2-3 ദിവസം ഇവിടെ കാണുമായിരിക്കും. ആ കുട്ടിക്കൊരു പ്രശ്നമുണ്ട്. പ്രശ്നമോ? ആ കുട്ടിക്ക് അവിടെ ആണെങ്കിൽ അവിടെ അമ്മാവനൊരു കല്യാണം ആലോചിച്ചു. അത് അവൾക്ക് ഇഷ്ടമല്ല. അതിന് അവൾ അഭിനാഷിന്റെ അടുത്തേക്ക് വന്നത്. അവളെ എങ്ങനെയെങ്കിലും അവിടെ മാമൻ അവളെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരിക്കുക. അഭിനാഷ് വീട്ടിലില്ലാത്ത സമയത്താണെങ്കിൽ അവളെ ഉറപ്പായിട്ടും കൊണ്ടുപോകും. അതാണ് അവളെ കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ നിർത്തിക്കോട്ടെ എന്ന് ചോദിച്ചത്. ആ ചെറുക്കൻ അത്ര കുഴപ്പമാണ്. എല്ലാ വൃത്തികേടുമുള്ള ഒരു ചെറുക്കൻ. പക്ഷേ നല്ല കാശുണ്ട്. അതാണ് അങ്കിളിന്റെ നോട്ടം. പാവം. ഇഷ്ടമില്ലാത്ത വിവാഹം കഴിച്ച് നരയിക്കാണ്ടായല്ലോ. അവർ വന്ന് അന്വേഷിച്ചിട്ട് പോകുന്നവരെ ശാന്തിനി നമ്മുടെ വീട്ടിലുണ്ടാവും. സുഭാഷ് ഏട്ടൻ ആ കുട്ടിയോട് ഇച്ചിരി അടുപ്പം കൂടുതലായി തുടങ്ങിയോന്ന് തോന്നുന്നു. ഈ പ്രേമം പോലെ. നിർത്തടാ, അവൾ എനിക്ക് അനിയത്തിയെ പോലെയാ. ഈ സ്കൂൾ അസംബ്ലിയിലെ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരിയാണെന്ന് പ്ലെഡ്ജ് എടുത്തതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അത് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല സുഭാഷ് ഏട്ടാ. കാണുന്ന എല്ലാ പെൺകുട്ടികളെ അനിയത്തിമാരായിട്ട് എന്തിനാ കാണുന്നേ? സാധാരണ ഒരു സുന്ദരിയായ പെൺകുട്ടി റോഡിലൂടെ പോണെന്ന് വിചാരിക്കും. സുഭാഷ് ഏട്ടാ ആ പെൺകുട്ടിയെ നോക്കുപോലും ചെയ്യത്തില്ല. സാധാരണ പോലെ നോക്കും. അല്ലാതെ സൈറ്റ് അടിക്കലൊന്നും. പോടാ, നീ എന്തൊക്കെയാ പറയുന്നേ? ആ പെൺകുട്ടിയെ നിങ്ങൾ അനിയത്തിയായിട്ടാണ് കാണുന്നത്. എന്താ സംശയം? ബെസ്റ്റ്. എന്നാൽ നിങ്ങളുടെ ജന്മത്ത് കല്യാണം നടക്കാൻ പോകുന്നില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ എന്തോന്നാ ചേട്ടാ കാണിക്കുന്നത്? നീ അതങ്ങ് വിട്ടേക്ക്. ഞാനിപ്പോഴേ തറവാട്ടമ്പലത്തിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. പോണം, വഴിപാട് നടത്തണമെന്നൊക്കെ ചിന്തിച്ചിട്ടെ ഏത് അമ്പലമെന്ന് അറിയണ്ടായോ? സുഭാഷ് ഏട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ദൈവങ്ങൾക്ക് നമ്മുടെ അവസ്ഥ നമ്മളെക്കാട്ടിലും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലയോ? എന്തേ? ഏതെങ്കിലും അമ്പലത്തിൽ പോയി വഴിപാട് നടത്തിയിട്ട് അത് നമ്മുടെ അമ്പലത്തിൽ ദൈവങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോരെയോ? ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.